Hello guys. സുഖില്ല. Hey, what's up people? So, good morning from Toronto. ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല, ട്രിപ്പ് പോകാൻ പോവുക. പിള്ളേരൊക്കെ സെറ്റാ. ഹായ് കൊടുക്കടാ. നമ്മളിന്ന് എവിടെയാ പോകണേ? ടോബർമൊഴി. ഫുൾ പാക്ഡ് ആണ് ഗൈസ്. Hey girls. നമ്മൾ സെറ്റായിട്ട് പോകാൻ പോണ് ഗൈസ്. ഇപ്പൊ കുറച്ച് വൈകി, 1 hour ലേറ്റ്. പക്ഷെ ഓടിച്ചു പിടിക്കാല്ലേ, നമ്മുടെ വഴി പിടിച്ചിരിക്കും ഗൈസ്. പിന്നെ ഇപ്പൊ വണ്ടി കയറുന്നു, ഞാൻ കിടന്ന് ഉറങ്ങും ഗൈസ്. ഞാൻ നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് അവിടെ ചെന്നിട്ട് കാണാം. സോ യെസ്, വി ആർ ഗോയിങ് ടു ടോബർമൊഴി. ടോബർമൊഴി എന്ന് പറയുമ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒണ്ടാരിയോയിൽ തന്നെ ഉള്ളൊരു ഹാർബർ വില്ലേജ് ആണ് ടോബർമൊഴി. ഇപ്പം ടൊറൻഡോയിൽ നിന്ന് നമുക്ക് ഏകദേശം 3.5 മണിക്കൂറിൻ്റെ റോഡ് ട്രിപ്പ് ഉണ്ട്. ഈ കാണുന്ന ഒരു റൂട്ടാണ് നമ്മൾ പോകുന്നത്. കുറച്ചധികം കൺട്രി സൈഡൊക്കെയാണ്, അതുകൊണ്ട് തന്നെ കണ്ടിരിക്കാൻ നമുക്ക് രസമായിരിക്കും. എന്തായാലും നമുക്ക് പോവാം ഗൈസ്. അപ്പോൾ ആദ്യം നമുക്കൊന്ന് ഓൺ റൂട്ടിൽ നിർത്താം. സോ നമ്മളിപ്പോൾ ഓൺ റൂട്ടിൽ വന്നിരിക്കുകയാണ്. അതായത് കാനഡയിലുള്ളവർക്ക് അറിയാം, ഇതാണ് ഓൺ റൂട്ട് എന്ന് പറഞ്ഞ സെറ്റപ്പ്. അതായത് നമ്മൾ ഹൈവേയിലൊക്കെ ട്രാവൽ ചെയ്ത് വരുമ്പോൾ നമുക്ക് ജസ്റ്റ് എന്താ മീൻസ് ഇപ്പോൾ ഫുഡ് കഴിക്കാനോ വാഷ്റൂമിൽ പോകാനൊക്കെ ആയിട്ട് ഇവിടെ കാനഡയിലുള്ള സെറ്റപ്പാണ് ഓൺ റൂട്ട്. നമ്മളിപ്പോൾ ഓൺ റൂട്ടിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇപ്പൊ ഡൗൺ ടൗൺ അവിടെ നിന്ന് ജസ്റ്റ് ഹൈവേ ഇറങ്ങി ടൊറന്റോയിൽ തന്നെയാണ്, അതായത് എനിക്ക് വിശക്കുന്നുണ്ട് കാര്യമായിട്ട്. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയത്. ഓൺ റൂട്ട് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഹൈവേകളിൽ ഇടയ്ക്കിടയ്ക്ക് നിർത്താൻ വേണ്ടി കൊടുത്തേക്കുന്ന ഒരു റെസ്റ്റ് സ്റ്റോപ്പ്, അത്രേ ഉള്ളൂ. കുറെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ടാവും, വാഷ്റൂം ഉണ്ടാവും. അങ്ങനെ ഹൈവേകളിലുള്ള ആൾക്കാർക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി. കാരണം ഇവിടുത്തെ ഹൈവേകൾ നമ്മുടെ നാട്ടിലെ പോലെ തോന്നുന്ന പോലെ വണ്ടി നിർത്താനൊന്നും പാടില്ല. അപ്പോൾ ഒരു ലോങ് റൂട്ടൊക്കെ ഓടുമ്പോൾ ഈ പറഞ്ഞ നമുക്ക് വഴിയിൽ നിർത്താനും ഫുഡ് കഴിക്കാനും ഒക്കെ ആയിട്ടുള്ളൊരു 2 ഡോർ തുറന്നു കൊടുത്തിട്ടുണ്ട് എല്ലാവരും കൂടി. നമ്മൾ ഓൺ റൂട്ടിന്റെ ഉള്ളിലേക്ക് കേൾക്കുകയാണ് മീൻസ് ഇതാണ് ഓൺ റൂട്ട്. അപ്പം നേരത്തെ ആകാശ് പറഞ്ഞ പോലെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒണ്ടാരിയോയിലുള്ളവർക്ക് അറിയാം, ഒരു ട്രിപ്പും ഓൺ റൂട്ടില്ലാതെ മുന്നോട്ട് പോകാറില്ല. ഇവരിവിടെ കാര്യമായി കുറേ നേരമായി ചർച്ചയിലാണ് ഗൈസ്, എന്ത് കഴിക്കും എന്നുള്ളത്. എനിക്കറിയില്ല ഇതിനു വേണ്ടി എന്താ ചർച്ച ചെയ്യാനുള്ളതെന്ന്. ബട്ട് എനിവേ, ഈ കാണുന്നതാണ് ഓൺ റൂട്ട്. നമുക്ക് ഫുഡ് കഴിക്കാനും പിന്നെ അതുപോലെ ജസ്റ്റ് ഇത്രയും നേരമൊക്കെ റോഡിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഒന്ന് നടുവ് നിർത്താനും മസാജ് ചെയറൊക്കെ ഉണ്ട്. ആ ഒരു സെറ്റപ്പിൽ നമുക്കൊന്ന് ചില്ല് ചെയ്യാൻ പറ്റിയ സ്പോട്ടാണ്. ഇനി നമുക്ക് സ്റ്റോപ്പില്ല, ഇനി ചവിട്ടുന്നത് കൺട്രി സൈഡ് കയറിയിട്ടായിരിക്കും. ഫുഡ് കഴിച്ച് കാറി കയറി ഒന്ന് ഉറങ്ങി കണ്ണു തുറന്നപ്പോൾ ഞാൻ കാണുന്നത് കനേഡിയൻ ഗ്രാമങ്ങളാണ്. എന്താ രസം! ഈ ടൊറൻഡോയുടെ ഈ ഒരു സിറ്റിയും ഹാസിലിൻ്റെ ഇടയിൽ നിന്ന് ഒരു എസ്കേപ്പ് തന്നെയായിരുന്നു കേട്ടോ ഇത്. റോളിംഗ് നമ്മളങ്ങനെ എത്തി ഗൈസ്. നമ്മളിതേ ഇപ്പോൾ നാഷണൽ പാർക്കിൽ എത്തി. ഇവിടെ ഈ സാധനങ്ങളൊക്കെ ഉണ്ടെന്നാണ് കാണിക്കുന്നത്. റെപ്റ്റൈൽസ് ഒക്കെ ഉണ്ട് ഗൈസ്. പാമ്പുണ്ട് ഗൈസ്. ആകാശേ, ഇവിടുന്ന് ഇനി എൻട്രി എത്ര കിലോമീറ്റർ ഉണ്ട് ഉള്ളിലേക്ക്? ഇനി ഒരു 5-6 കിലോമീറ്റർ ഉണ്ടെന്നാണ് മാപ്പ് കാണിക്കുന്നത്. ഇവര് എഴുതി വെച്ചേക്കുന്നത് വെച്ച് ഏകദേശം അത്ര തന്നെ ഉണ്ട്. നമ്മൾ കുറച്ച് ദൂരം പോകാനുണ്ട്. ഇതുണ്ടോ സകല സാധനമാനങ്ങളും ഉണ്ടല്ലോ ഇവിടെ. ആമയുണ്ടോ? എടാ മറ്റേതാടാ, മറ്റേ ഇത് അലിഗേറ്റർ സംഭവം, ടോട്ടോയ്സ് കടിച്ചു കഴിഞ്ഞാ. ഇത് പീറ്റർബർഗിലും ഉണ്ട്. സ്നാപ്പിംഗ് ടേർട്ടില് മറ്റേ കടിച്ച സീനാണത്. കരടി ഉണ്ടോ? വേറുണ്ടോ? ബേറിന്റെ വാണിംഗ് എന്ത് ഞാൻ കണ്ടില്ല. കിൽബേർ എന്താ സംഭവം? കിൽബേർ എന്ന് പറഞ്ഞാ ഞാൻ എന്നാ അവിടെ ചെന്നിട്ട് നമ്മള് ബേറിനെ കൊല്ലണോ? ഇവരെ പൊക്കി ഇട്ടിട്ടുണ്ട് സംഭവം. എടാ അപ്പൊ ഇവിടെ എന്താ ടിക്കറ്റ് എടുക്കണം? എങ്ങനെ സെറ്റപ്പ്? ഇവരെ റെക്കോർഡ് നമ്മുടെ ബാർകോഡ് കാണിക്കുന്നു. നമ്മളിപ്പോ ചെക്ക് ഇൻ ആയോ? ജസ്റ്റ് 12 മിനിറ്റ് ഉള്ളൂ. നമ്മൾ ടിക്കറ്റ് എടുത്തോണ്ടിരിക്കുകയാണ്. നമ്മൾ ഓൾറെഡി റിസർവ് ചെയ്തതാണ്, പക്ഷെ എന്നാലും അതിന്റെ പ്രിന്റ് ഔട്ട് എടുത്തോണ്ടിരിക്കും. ഇതാണ് ഐറ്റം ഗൈസ്. ഈ സംഭവമാണ് കാണിക്കേണ്ടത്. Oh, at the gate, right? Yeah, so it's about 5 kilometers down. Okay. And then you're going to parking lot 1. Parking lot 1. Okay, thank you. Have a good day. ഇപ്പൊ അവിടെ ചെന്ന് എന്താ കാണാൻ പോണേ?
നമ്മളിപ്പോ പോകുന്നതാണ് ഗ്രോട്ടോ. അതെ, ട്യൂബർ മോറി എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് പറയുന്ന സംഭവങ്ങളിലും ഏറ്റവും വലിയ സംഭവമാണ് ഗ്രോട്ടോ. അതിൽ ഈ പറഞ്ഞില്ല കുറെ പാറകൾ പോലുള്ള സാധനവും അതിന്റെ താഴെ വെള്ളവും ഒരു ക്ലിയർ വാട്ടറും കാര്യങ്ങളൊക്കെ ആയിട്ട് അതാണ് ഗ്രോട്ടോ. ഈ ഷിപ്രൊക്കെ അവിടെ തന്നെയാണോ? അല്ലല്ല, ഷിപ്രക്ക് വേറെ സ്ഥലത്താണ്. അത് നമുക്ക് നാളെയാണ് നമ്മൾ അതിനുള്ള ടിക്കറ്റ് എടുത്തേക്കുന്നത്. നാളെയാണ് നമ്മൾ ആ ഒരു ബോട്ടിൽ പോകണല്ലോ, ക്രൂസിൽ പോകണം. നാളെയാണ് അതിനുള്ള ടിക്കറ്റ്. അപ്പൊ നാളെ അതിന് നമ്മൾ 3 മണിക്ക് പോയി കഴിഞ്ഞാൽ ഈ ക്രൂസിൽ നമ്മളെ ഷിപ്രക്കൊക്കെ കാണിച്ച് ആ വെള്ളത്തിൽ കൂടെ കൊണ്ടുപോയി വേറൊരു സ്ഥലമുണ്ട്, ഫ്ലവർ പോട്ട് ഐലൻഡ് എന്ന് പറഞ്ഞിട്ട്. അവിടുത്തെ ഈ പാറകള് ഫ്ലവർ പോട്ടിന്റെ രൂപത്തിലാണ്, മനസ്സിലായി? അതിനകത്ത് ചെടികളൊക്കെ ആയിട്ട് അങ്ങനെ ആ പേര് വന്നേക്കുന്നത്. അപ്പം അവിടെ പോയി അതും കണ്ട് അവിടുന്ന് നമ്മൾ 6:55 അല്ലടാ 6:55 നമുക്ക് റിട്ടേൺ. 6:55 നമുക്ക് തിരിച്ച് റിട്ടേൺ ക്രൂസ് വരും. അപ്പം നമ്മളൊരു 7:30 ഒക്കെ ആകുമ്പോൾ നമുക്ക് തിരിച്ചെത്തി കഴിഞ്ഞാൽ നമുക്ക് 7:30-8 മണിയാകുമ്പോൾ നമുക്ക് ഇവിടുന്ന് വിടാം എന്നുള്ളതാണ് അതിന്റെ രീതി. ഇപ്പൊ ഈ ഒരു ഓട്ടോ എത്ര നേരം കൂടി ഉണ്ടാവും ഇനി? ഇപ്പൊ ഇതിപ്പോ ഒരു പറഞ്ഞില്ല 5 കിലോമീറ്റർ എന്ന് പറഞ്ഞില്ലേ, അപ്പൊ ഒരു 10 മിനിറ്റ് ഓടി ചെല്ലുമ്പോൾ ഇങ്ങനത്തെ വഴിയാണ് നമുക്ക് ചവിട്ടി വിട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. നല്ല തിക്ക് ഫോറസ്റ്റ് ആട്ടോ, അങ്ങോട്ടൊന്നും കാണാനേ പറ്റുന്നില്ല സൂം ചെയ്തിട്ട്. രാത്രിയൊക്കെ വരുമ്പോൾ നല്ല പേടിയാവുന്നു തോന്നുന്നു. അതാണ് നമ്മുടെ എയർബിഎൻബിയുടെ അവരായാലും പറഞ്ഞത്, വഴി ഇച്ചിരി രാത്രി ഇറങ്ങി വരുമ്പോൾ കുറച്ച് സമയം എടുക്കും, പതുക്കെ ഓടി വരാൻ പറ്റത്തുള്ളൂ. കരടിയൊക്കെ വന്ന് എന്ത് ചെയ്യോടാ? ഓടാം. കരടി വന്നാൽ നമ്മൾ തീർച്ചയായിട്ടും അതിനെ വ്ലോഗിൽ കാണിക്കുന്നതാണ് കേസ്. നമ്മൾ കരടിയൊക്കെ വന്നു കഴിഞ്ഞാൽ കരടിയൊക്കെ ഒന്ന് നാദർ ഡീൽ ചെയ്യൂടാ. നാദറിരിക്കല്ലേ ഇവിടെ, നീ നാദറിനെ കാണിക്കണ്ട. നാദർ ചിരിക്കുന്ന കാണിക്കുക കണ്ടോ, നാദറിനെ കാണിക്കും. കമോൺ, നാദർ മറ്റേ പോപ്പായ സൈലർമാനൊക്കെ ഒറ്റയിടിയൊക്കെ ഇടിക്കുന്ന പോലെ പാർക്കിങ്ങിലെത്തി. അതെ, നമ്മൾ ആൽവിൻ ഇവിടെ തിരക്കില്ലെന്നാണ് പറഞ്ഞത്. കണ്ടോ, പാർക്കിന്റെ ഉള്ളിലേക്ക് വന്നപ്പോ ഇവിടെ നിറച്ച ആൾക്കാർ. നമ്മൾ ഇനി കുളിക്കാനുള്ള സാധനങ്ങളെല്ലാം വാരിക്കെട്ടി നമ്മൾ നടക്കാൻ പോവാണ്. നമ്മൾ ഈ ട്രെയിനിൽ നടന്ന് ചെല്ലുമ്പോഴാണ് ഈ പറയുന്ന ഗ്രോട്ടോ കാണാൻ പറ്റുന്നത്. ബാക്കി നമുക്ക് അവിടെ കാണാം. അപ്പൊ ഞങ്ങളിപ്പോ ജസ്റ്റ് കുളിക്കാനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് എടുക്കട്ടെ. അതിന്റെ ഉള്ളിൽ നിന്ന് അവിടെ ഡിക്കിക്കകത്താണ് ആ സാധനങ്ങളെല്ലാം ഇരിക്കുന്നത്. അപ്പൊ അതൊക്കെ ഒന്ന് എടുക്കണം. ഇങ്ങനെ ഇരിക്കും ഗ്രോട്ടോ. ആ സിനിമ പാറയും വെള്ളമൊക്കെ ആയിട്ട് ഇങ്ങനെയാണ് ഗ്രോട്ടോ ഇരിക്കണത്. അതാണ് അതിൻ്റെ ഒരു രീതി. ആ കരടി പടം കേട്ടോ. സോ നമ്മൾ പാർക്ക് ചെയ്തു. ഇതാണ് ശരിക്കുള്ള എൻട്രൻസ് ഈ പാർക്കിലേക്കുള്ളത്. ഇവിടെ നിന്നാണ് ട്രയൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ട്രയലിൻ്റെ എൻഡിലായിട്ടാണ് ഈ പറഞ്ഞ ഗ്രോട്ടോയൊക്കെ ഉള്ളത്. പിന്നെ ഈ ഭാഗത്താട്ടോ ആകപ്പാടി ഇവിടെ വാഷ്റൂം ഉള്ളത്. സോ നിങ്ങളിവിടെ വരികയാണെങ്കിൽ വാഷ്റൂമിൽ പോകണമെങ്കിൽ എൻട്രൻസിൻ്റെ അവിടെ മാത്രമേ ഉള്ളൂ. സോ അത് മൈൻഡിൽ വെച്ചേക്കട്ടോ, അല്ലെങ്കിൽ പെട്ടുപോകും. അതായത് ഇപ്പോൾ 2 റൂട്ടുണ്ട്. അതെ, ഈ മാപ്പിൽ കാണിക്കുന്നത് ഈ ബ്ലാക്ക് എന്ന് പറയുന്നത് ഏറ്റവും ഹാർഡ് ആയിട്ടുള്ള ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ട്രെയിലാണ്. ഗ്രീൻ ഏറ്റവും ഈസിയസ്റ്റ് ആണ്. ബ്ലൂ എന്ന് പറയുന്നത് മോഡറേറ്റ് ആണ്. നമുക്ക് ഇഷ്ടമുള്ള ട്രെയിൽ എടുക്കാം. അതുകൊണ്ടോ പല ഇത് പറയുന്നുണ്ട്. നമ്മളിപ്പം ഇതിലാണ് പോകുന്നത്. നമ്മൾ ബ്ലാക്ക് ആണോ അടിക്കണേ? ബ്ലാക്ക് ആണോ ഗ്രീൻ ആണോ? സീനിലടാ ചെറിയ വിഷമുള്ളൂ. എടാ ഇതിപ്പോൾ നമ്മൾ പച്ചയാണ് എടുക്കണേ ബ്ലാക്ക് ആണ് എടുക്കണേ? പച്ച. അപ്പോൾ നമ്മൾ ഈ ഒരു റൂട്ടിൽ കൂടെ ആയിരിക്കും പോകുന്നത്. തണുത്തോ ഇതൊക്കെയാണ് ഇവിടുത്തെ വാണിങ്സ്. കണ്ടോ, പാമ്പുണ്ട്, പോയിസൺ ആയിട്ടുള്ള ചെടിയുണ്ട്, കുഴികളും നോക്കണം. അത്രേ ഉള്ളൂ. ഇവിടെ നിന്നാണ് ട്രയൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ട്രയലിൽ കയറി ഗൈസ് ഒഫീഷ്യലി. അപ്പോൾ നമ്മൾ നടക്കുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ. ഈ ചെടിയിൽ പോലും മുട്ടുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം ഇതിനകത്ത് വിഷമുള്ള ചെടികൾ വരെ ഉണ്ട് ഈ കാട്ടിൽ. ഒരു ക്യാമറാമാൻ മറ്റൊരു ക്യാമറാമാൻ എടുക്കുന്നു. അതെന്തോ ജീവി ആവാത്തൊക്കെ ഉണ്ട്. സ്നേക്ക് അല്ല, എന്തിനാ മേളിന്ന? അനു ഒന്നുമില്ല, വെറുതെ പാമ്പിനെ നോക്കി ഇവിടെ മേളിൽ നിന്നൊക്കെ മരത്തിൽ നിന്നൊക്കെ ചാടാൻ ചാൻസ്. മരത്തിൽ നിന്നൊക്കെ ചാടി വീഴാൻ ചാൻസ് ഉണ്ട് കേട്ടോ. സ്ഥലം നോക്കിയ കേസ് ഒരു ഡാർക്ക് വൈബ് നോക്കി. ആരുമില്ല. അയ്യോ അവര് പോയി. എടാ എന്നെ കൊണ്ടോടാ. അവരോട് പോയി ഗൈസ്. ഇനി പെരിട്ടാവും, ഞാൻ പോട്ടെ. ഞങ്ങൾ ചുരുളിയിലെത്തി ഗൈസ്. തങ്കഞ്ചേട്ടൻ കത്തി കൊണ്ട് കുത്തുന്നു ഗൈസ്. ഞാൻ ലംബർ ജാക്കാന്നൊക്കെ.
തങ്കൻ ചേട്ടന്റെ തങ്കൻ ഞാനാടാ. അങ്ങനെ ഞങ്ങൾ നടന്നു, കുറേ നടന്നൊരു പോയിന്റിലെത്തിയപ്പോൾ ദൂരത്തൊരു വെളിച്ചം. അവിടെ ചെന്നപ്പോഴാണ് ഈ നടത്തത്തിൻ്റെ ഒരു ഫുൾഫിൽമെൻറ്റ് കിട്ടിയത്. പിന്നെ ഫ്രണ്ടിൽ കാണുന്നത് ഇതാണ് ഗൈസ്, ലൈംസ്റ്റോൺ ബീച്ച്. അതും നല്ല ക്ലിയർ വെള്ളം. അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ മഴക്കോളാണ് ആ കാണുന്നത്. മഴ പെയ്ത് വരികയാണ് ഇങ്ങോട്ടേക്ക്. പെർഫെക്റ്റ് കണ്ടീഷനാട്ടോ ഇത്. വീക്കെൻഡ് ആയതുകൊണ്ടാണോ എന്നറിയില്ല, കുറേ പേരുണ്ട് ഇന്നിവിടെ. പക്ഷേ അത്ര ക്രൗഡഡ് ഒന്നുമല്ല. ഈ വെള്ളം കണ്ടപ്പോൾ തന്നെ ഞാൻ ചാർജ് ചെയ്യും. അത് ക്ലാരിറ്റി ഉണ്ടോ വെള്ളത്തിൻ്റെ. അപ്പം തന്നെ ചാടാന്നുള്ള മൂടായിരുന്നു എനിക്ക്. പക്ഷേ ഇവർ പറഞ്ഞു നമുക്ക് ആദ്യം ഒന്ന് ജസ്റ്റ് മേളിലേക്ക് കയറാം, എന്നിട്ട് നമുക്ക് ഏരിയൽ വ്യൂ നോക്കാം. ആ ഗ്രോട്ടോ കാണാനാണല്ലോ നമ്മളിവിടെ വരുന്നത്. ഈ ഗ്രോട്ടോ എന്ന് പറഞ്ഞാൽ ഒരു ലൈംസ്റ്റോൺ ഫോർമേഷനാണ്, നാച്ചുറലായിട്ടുള്ള. ഈ അടിയിൽ കാണുന്ന പാറകളും ലൈംസ്റ്റോൺ തന്നെയാണ്, സാധാരണ പാറകളല്ല. അതുകൊണ്ട് തന്നെ ശരിക്കും കുറച്ചും കൂടി സോഫ്റ്റായിട്ടുള്ളൊരു ടെക്സ്ചറാണ് ഈ പാറകൾക്കുള്ളത്. നമുക്ക് നടക്കുമ്പോഴൊക്കെ ശരിക്കും മനസ്സിലാവും. സൗണ്ട് തന്നെ വ്യത്യാസമുണ്ട്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ നേച്ചറിൻ്റെ ഒരു വണ്ടർ എന്നല്ല, നേച്ചർ ശരിക്കും നമുക്ക് പറഞ്ഞാൽ ബ്രീത്ത് ചെയ്യുന്ന അറിയാൻ പറ്റും. അതായത് നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല കേട്ടോ ഇങ്ങനത്തെ ഒരു എന്താ പറയുക ഒരു പ്രകൃതി. ലൈക്ക് നമ്മുടെ നാട്ടിലുള്ള ഒരു ടൈപ്പ് ടെക്സ്ചറോ ഒന്നുമല്ല. ഞാൻ പല കാട്ടിലും പോയിട്ടുണ്ടെങ്കിലും ഇത് ഇവിടെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. കിണ്ണങ്കാച്ചി സ്പോട്ടാണല്ലോ. ഇവിടെ പാറ ചെത്തിക്കൊണ്ടുപോയി. സൂക്ഷിക്കണം കുട്ട, തന്നെ ചെരുപ്പിടാതെ വന്നാ ക്ലിയർ വെള്ളം കേട്ടോ. അതായത് ആകാശം നിൽക്കുന്നില്ലേ, എൻ്റെ തൊട്ട് ബാക്കിൽ കാണുന്ന റോക്ക് ഫോർമേഷനാണ് ഗ്രോട്ടോ. അപ്പം നിൽക്കുന്ന ഫ്രെയിം ശരിക്കും പറഞ്ഞാൽ കണ്ടപ്പോൾ എനിക്ക് അസൂയ തോന്നി. ഞാൻ നിന്നിരുന്ന കുറച്ചും കൂടി പൊളിച്ചാനേ. ഇപ്പം നമ്മൾ ഈ കാണുന്നതാണ് നേരത്തെ ആകാശം നിന്ന പോയിന്റിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ്, അതായത് ഗ്രോട്ടോയുടെ മേളിൽ നിന്നുള്ള ബീച്ചിൻ്റെ വ്യൂ. ഇനി നമുക്ക് വെള്ളത്തിൽ ചാടാം. വെള്ളം നോക്കുക, ഇവിടെ മണലില്ല, ഫുള്ള് പെബിൾസ് ആണ്. പിന്നെ ഈ ഏരിയയിലേക്ക് ചെന്നാൽ മാർബിൾ നടക്കാറുണ്ട്. അതാണ് ഗ്രോട്ടോ. അയ്യോ അതല്ല, ഇതല്ല ഗ്രോട്ടോ. അവിടെ കണ്ടതാണ് ഗ്രോട്ടോ. അതാണ് ഗ്രോട്ടോ. മഴ പെയ്യുന്നുണ്ട് കേട്ടോ. മഴ പെയ്യുന്നുണ്ടോ? മഴ പെയ്യുന്നുണ്ട്. എടാ കൂടുതലും നിങ്ങൾ കയറി നിക്ക്, അതൊന്നും എനിക്ക് എടുക്കാം. നമ്മുടെ തന്നെ എടുക്കാം, വീഡിയോ ഇടാൻ സുഖമായിരിക്കും. വീഡിയോ നിർത്തട്ടെ. സ്വിമ്മിംഗ് പൂൾ പെർഫെക്റ്റ് അല്ലേ? ബീച്ചാണെങ്കിലും ഞാൻ വീഡിയോയിൽ ഫോട്ടോ ആയിക്കോ. മുങ്ങിട്ട് പോങ്ങിയാലോ? മുങ്ങിട്ട് പോങ്ങാം. അല്ലല്ല നിക്ക്. സോറി. ഓക്കെ 1 2 3. Another. ഞാൻ സൂം ചെയ്തെടുക്കട്ടെ. മൊമെന്റ് ഓഫ് ദി ലൈഫ് ഗൈസ്. അങ്ങോട്ടേക്ക് നോക്കിയേ, സ്ഥലം കാണിച്ചു കൊടുക്കും. വ്യൂ കാണിച്ചു കണ്ടോ? വ്യൂ കാണിക്കേ. ആൽമ റോസ് വ്ലോഗിൽ നിന്നും ആൽമ റോസ് ഫോട്ടോ എടുക്കാം. ശരിക്കും അവിടെ നിന്നുള്ള വ്യൂ നല്ല വേർത്തായിരുന്നു കേട്ടോ. കുറച്ചിനവധി സൺസെറ്റും കൂടി വന്നു, പിന്നെ ഒന്നും പറയാനില്ല. ആ തണുത്ത വെള്ളം, സൺസെറ്റ്, വാ. ഈ കാണുന്നതൊന്നും വെറും പാറകളല്ല ഫ്രണ്ട്സ്, ഈ കാണുന്നതെല്ലാം പ്രകൃതിയുടെ ആർട്ട് വർക്കാണ്. സെക്കൻഡ് ഐസേജിന് ശേഷം ഈ കാണുന്ന ചുണ്ണാമ്പ് പാറകളിൽ കാറ്റുകൊണ്ടുണ്ടായിട്ടുള്ള ഒരു പ്രതിഭാസമാണ് ഈ കാണുന്നത്. എന്ത് രസമല്ലേ? നല്ല രസമുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ല. നല്ല കിണ്ണങ്കാച്ചി വൈബ് ഇവിടെ.
എനിവേ നമ്മളിപ്പോൾ ഇന്ന് ഇവിടുന്ന് പോകണം. നമ്മുടെ ഇന്നത്തെ തന്നെ വേറെ പരിപാടികളൊന്നും ഇല്ല. ജസ്റ്റ് ചെല്ലും, നമ്മൾ എയർബിൻബി ബുക്ക് ചെയ്തിട്ടുണ്ട്, എയർബിൻബിയിലേക്ക് പോകും. ഇപ്പം രാത്രി ആവാൻ തുടങ്ങി. ഇനിയിപ്പോൾ ട്രെയിൽ പിടിക്കണം. ട്രെയിൽ പിടിച്ചിട്ട് എങ്ങനെയാണെന്ന് അറിയില്ല രാത്രിയിലത്തെ വെയിൽ. അപ്പോൾ നമ്മളിന്ന് പോവാണ്. എനിക്ക് എയർബിൻബിയുടെ വീഡിയോ എടുക്കാൻ പറ്റുമെന്നുള്ളത് ഇപ്പോൾ എനിക്കറിയില്ല. നോക്കട്ടെ, എയർബിൻബിയുടെ വീഡിയോ എടുക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ എയർബിൻബിയുടെ വീഡിയോ എടുക്കും. അപ്പോൾ നമ്മളിന്ന് പോകാൻ പോണത് ഈ വഴിയാണ് ഗൈസ്. ശരിക്കും ഫോണിൽ പിന്നെയും കാണുന്നുണ്ട്. ശരിക്കും നല്ല ഇരുട്ടായി, കാടായി അല്ലടാ. അപ്പോൾ നമുക്ക് എയർബിൻബി നമ്മൾ ചെന്നിട്ട് അത്രക്ക് ടയേർഡ് അല്ലെങ്കിൽ വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ വ്ളോഗൊക്കെ വെച്ച് നമ്മളെല്ലാം കാണിക്കുന്നതാണ്. അല്ലാത്ത പക്ഷം നമുക്കിനി നാളെ അടുത്ത വീഡിയോ കാണാം. നമ്മൾ ഒരു ദിവസം കൂടി ഉണ്ട് ഡോബർമറിയിൽ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഗൈസ്. ടേക്ക് കെയർ, തുടങ്ങി സ്റ്റേ ട്യൂൺഡ്. ട്രെയിലൊന്നും എടുക്കായിരുന്നല്ലേ? മൈ ഗാഡ്, സത്യം. വി ആർ ഗ്രോൺ ആസ് മാൻ. എന്നിട്ട് ഞങ്ങൾക്ക് പേടിയുണ്ട്. അപ്പൊ ഇവളുടെ അവസ്ഥ ആലോചിച്ച് നോക്കി. ഉരുട്ട് കൂടി വരും കേട്ടോ ഉള്ളിലേക്ക് പോകും തോറും. അപ്പൊ എന്തായാലും ഞങ്ങളൊന്ന് കുറച്ച് കയറട്ടെ. എന്നിട്ട് ഏതെങ്കിലും നല്ലൊരു സ്പോട്ടൊക്കെ എത്തുമ്പോഴേക്കും ഞങ്ങൾ കാണിക്കാൻ പറ്റി ഇങ്ങനെ കാണിക്കാം. നല്ല രീതിയിൽ ഇത് എക്സൈറ്റ് ചെയ്യുന്ന പോലെ നമ്മളെ പേടിപ്പിക്കുന്നുണ്ട് ഇപ്പൊ. ശരിക്കും പറഞ്ഞാൽ നല്ല സൈലൻസ്, ചുറ്റും കാട്. ഇവിടെ നമ്മൾ കയറി വരുമ്പോ പാമ്പുണ്ട്, അതുപോലെ ബേഴ്സ് ഇതൊക്കെ എഴുതിയും വെച്ചിട്ടുണ്ട്. സോ വഴി നേരെ തന്നെ ആയിരിക്കും. അല്ല നേരെയല്ല, ഞങ്ങളുടെ ലാസ്റ്റ് ഡോക്യുമെന്ററി ആയിരിക്കും. അപ്പൊ ഞാൻ എന്നെ ഓർത്ത് വെച്ചോ ഗൈസ്. അവരവിടെ പോണേ, അവര് സ്ട്രൈറ്റ് ആണല്ലോ പോയെ. അതുപോലെ വേറൊരു അപ്ഡേഷൻ ഉണ്ട്. അവര് സ്ട്രൈറ്റ് ആണല്ലോ പോയെ. ആകാശിനെയും അന്യൂനെയും കാണാനില്ല. അവര് സ്ട്രൈറ്റ് ആണല്ലോ പോയെ. സ്ട്രൈറ്റ് ആണോ പോയെ? നമുക്കെന്നാ ഓരോ ഫോൺ ചെയ്ത് പോലെ വേറെ ആൾക്കാരുണ്ടെങ്കിൽ അതല്ലേ നല്ലത്.